അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പ്രിയമുള്ളവരെ, യാസുറാണ് പൂക്കോട്ടുപാടം. വളരെ പ്രയാസകരമായൊരവസ്ഥയാണ് ഞങ്ങളെ മുമ്പിൽ അവതരിപ്പിക്കാൻ പോകുന്നത്. അതായത് ഇന്ന് രാവിലെയാണ് എടക്കര സ്വദേശിയും എൻ്റെ സുഹൃത്തുമായ എൻ മുജീബ് വിളിച്ചിട്ട് എന്നോട് ഈ വിഷയം സംസാരിക്കുന്നത്. അങ്ങനെ അദ്ദേഹം ഒരുപാട് ഫോട്ടോസും കുറച്ച് വീഡിയോസൊക്കെ അയച്ചു തന്നു. അതാണ് ഇപ്പോൾ നിങ്ങൾ ഈ സ്ക്രീനിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇത് അവിടെയുള്ള, അതായത് മലപ്പുറം ജില്ലയിലെ നിലമ്പൂർ നിയോജക മണ്ഡലത്തിലെ എടക്കര എന്ന് പറയുന്ന സ്ഥലത്ത് അവിടുത്തെ ഓട്ടോ തൊഴിലാളികളും ഗുഡ്സ് തൊഴിലാളികളും മറ്റു സാമൂഹിക രാഷ്ട്രീയ മേഖലയിലുള്ള സകലമാന ആളുകളും അവിടുത്തെ ഒരു നാട്ടുകാരൻ്റെ അദ്ദേഹത്തെ സഹായിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങി തിരിച്ചിരിക്കുകയാണ്. അതായത് ഇന്നത്തെ ഓട്ടം, അതായത് ജൂൺ 24 ഞാൻ സംസാരിക്കുന്നത് കേട്ടോ, തിങ്കളാഴ്ച. ഇന്നത്തെ വരുമാനം, അവർ ഓട്ടോറിക്ഷ ഓടിയിട്ടും ഗുഡ്സ് ഓടിയിട്ടൊക്കെ കിട്ടുന്ന വരുമാനം സ്വന്തം സുഹൃത്തിനെ സഹായിക്കാൻ വേണ്ടിയിട്ടാണ്. അതായത് ഇരുവൃക്കുകളും തകരാറിലായ മുരിങ്ങാക്കോടൻ സത്താർ എന്ന് പറയുന്ന ഒരു സഹോദരൻ, ഒരു സാധാരണക്കാരനാണ്, ഗുഡ്സിലൊക്കെ ഓടി ഉപജീവനം നടത്തിയിരുന്ന ഒരു സഹോദരനാണ്. അപ്പോൾ കേട്ടുകൊടുത്തോളം വളരെ പ്രയാസമാണ് സുഹൃത്തുക്കളെ. ഏകദേശം ഒരു 12 ലക്ഷം ഉറുപ്പ്യാണ് വേണ്ടിയത്. സ്വന്തം ഉപ്പ കിഡ്നി കൊടുക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് വല്ലാത്തൊരു എന്താ പറയുക, പ്രതീക്ഷ നൽകുന്ന ഒന്നാണ്. അപ്പം ഇനി അതിന് വേണ്ട സാമ്പത്തികമായ സംഗതി കണ്ടെത്തുക എന്നുള്ളതാണ് ഓലെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രയാസകരമായി പ്രതിസന്ധിയിൽ നിൽക്കുന്നത്. അപ്പോൾ സ്വന്തം സുഹൃത്തുക്കളും നാട്ടുകാരും ഒക്കെപ്പാടെ കൂടിയിട്ട് ആ രീതിയിലൊരു പ്രയത്നത്തിലാണ്. നിങ്ങളാൽ കഴിയുന്ന സഹായം നിങ്ങൾ നൽകണം. അങ്ങനെ നമ്മൾ ചേർത്ത് പിടിക്കണം ആ സഹോദരനെ. വലിയ വയസ്സും കാര്യങ്ങളൊന്നുമില്ല. ഒരു കുടുംബത്തിൻ്റെ വല്ലാത്തൊരു പ്രതീക്ഷയിലാണ് ആ സഹോദരനൊക്കെ ഉള്ളത്, നാട്ടുകാരും ഉള്ളത്. അപ്പോൾ നിങ്ങൾ ഇത് തട്ടി മാറ്റി പോകരുത്. ഇതിൽ IFSC കോഡ് അടക്കം അക്കൗണ്ട് നമ്പർ കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഗൂഗിൾ പേ നമ്പറും കൊടുത്തിട്ടുണ്ട്. നമ്മളൊക്കെ ഇതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത്തരം രോഗങ്ങളൊന്നും ആർക്കും വരാതിരിക്കട്ടെ. കാരണം നമ്മളൊരു 100 രൂപ കൊടുക്കുമ്പോൾ നമ്മൾ ആലോചിക്കേണ്ടത് ദാനം ആപത്തുകളെ തടയുന്നതാണല്ലോ. ഏതായാലും അങ്ങനെ പ്രതീക്ഷിച്ചുകൊണ്ട് ഈ സഹോദരനെ നിങ്ങൾ സഹായിക്കണം. അദ്ദേഹത്തിൻ്റെ രോഗം പെട്ടെന്ന് അള്ളാഹു ഷിഫയാക്കി നൽകുമാറാവട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ്. എനിക്ക് നിങ്ങളോട് റിക്വസ്റ്റ് ചെയ്യാനുള്ളത്, സാധാരണ ഒരു വീഡിയോ കാണുന്നത് പോലെ കണ്ടുകാണ്ട് നിങ്ങളിത് തട്ടിക്കളയരുത്. നിങ്ങളാൽ കഴിയുന്ന സഹായങ്ങൾ നൽകണം. നമ്മളങ്ങനെ ഒത്തുപിടിച്ച് കഴിഞ്ഞാൽ 2 ദിവസം കൊണ്ട് നമുക്കത് ആ സാമ്പത്തികമായ സംഗതി ഉണ്ടാക്കാൻ കഴിയുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അങ്ങനത്തെ ഒരു പ്രയാസകരമായൊരവസ്ഥയാണ് എൻ മുജീബ് അടക്കമുള്ള ആളുകൾ വിളിച്ചു പറഞ്ഞത്. മാത്രമല്ല, ഇതിൻ്റെ ഒരു കമ്മിറ്റി രൂപീകരിച്ച് അതിൻ്റെ ചെയർമാനായ റസാഖി എരഞ്ഞിക്കൽ എന്ന് പറയുന്ന അദ്ദേഹവും എന്നെ വിളിച്ചിരുന്നു. അപ്പോൾ വളരെ പ്രയാസകരമായൊരവസ്ഥയിലാണ് എല്ലാവരും ഉള്ളത്. നിങ്ങളിത് തട്ടി മാറ്റി പോകരുത് എന്ന് അറിയിക്കുകയാണ്. ഇൻഷാ അല്ലാഹ് അത് നിങ്ങൾ ശ്രമിക്കും. അതിന് നിങ്ങൾ എല്ലാവരും തയ്യാറാകുമെന്നുള്ള പ്രതീക്ഷയോടുകൂടി നല്ലൊരു വാർത്തയൊക്കെ നമുക്ക് ലഭ്യമാകട്ടെ. അതേപോലെ തന്നെ ആ സഹോദരൻ്റെ പ്രയാസങ്ങളും ആ കുടുംബത്തിൻ്റെ പ്രയാസങ്ങളും നമ്മൾ നൽകുന്ന ചെറിയ ചെറിയ സംഖ്യകൾ ഒരുമിച്ച് കൂടുമ്പോൾ അതിലൂടെ ഒരു അദ്ദേഹത്തിൻ്റെ ചികിത്സ സാധ്യമായി അദ്ദേഹം പൂർവാധികം നല്ല രീതിയിൽ തന്നെ ജീവിതത്തിലേക്ക് വരട്ടെ, നമ്മളെ ഇടയിലൂടെ അദ്ദേഹം മുന്നോട്ട് പോകട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് ഇൻഷാ അല്ലാഹ് നിങ്ങൾ തട്ടി മാറ്റൂല എന്നുള്ളതാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ ഇത് നിങ്ങൾ ആ രീതിയിൽ ഷെയർ ചെയ്തുകൊണ്ട് നിങ്ങളാൽ കഴിയുന്ന സംഭാവനകൾ കാര്യങ്ങളൊക്കെ നിങ്ങൾ ഗൂഗിൾ പേ വഴിയും മറ്റുമൊക്കെ അയച്ചു കൊടുത്ത് നല്ല രീതിയിൽ ആ സഹോദരനെ സഹായിക്കണമെന്ന് നിങ്ങളോട് ഞാനൊരു റിക്വസ്റ്റായിട്ട് പറയുകയാണ്. കാരണം സമകാലിക വിഷയങ്ങളുമായി ബന്ധപ്പെട്ടൊക്കെ ഞാൻ വീഡിയോയിൽ വരുന്നതാണ്. ആ യാസർ പൂക്കോട്ടുംപാടങ്ങളുടെ മുമ്പിൽ ഒരു റിക്വസ്റ്റ് വെക്കുക, നിങ്ങൾ സഹായിക്കുമെന്നുള്ളതാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഇൻഷാ അല്ലാഹ് എല്ലാവർക്കും നന്മകൾ വരട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് പ്രതീക്ഷയോടുകൂടി പരിഗണിക്കുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് നിർത്തുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.